ഈ ഒരു ഗ്ലിറ്റർ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല കട്ടിക്ക് അപ്ലൈ നമ്മൾ ഫിംഗർ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം. ബ്രഷ് എടുക്കുക, അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫിംഗർ എടുക്കുക, അപ്ലൈ ചെയ്യുക, അതോടെ വിടുക. അതിന് 3 ടച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ജില്ലി സ്റ്റിക്ക് നമുക്ക് നല്ലോണം ഗ്ലൈഡ് ആവും, നമ്മുടെ സ്കിന്നിന് ആപ്റ്റായിട്ട് ഗ്ലൈഡ് ആവും. ഇത് ഗ്ലിറ്ററിൻ്റെ കൂട്ടാണ് ഇത്. നല്ല ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് 9 പ്രോഡക്റ്റ് 800 റുപ്പീസിന് വാങ്ങിച്ചതാണ് പറയാൻ വരുന്നത്. അതിലത് കൂടുതലും ഫ്രീ പ്രോഡക്റ്റ്സാണ്. അത് ഏതൊക്കെ ഫ്രീ പ്രോഡക്റ്റ്സാണ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം 8 പ്രോഡക്റ്റ് എന്താ പറയുക, നല്ല പ്രോഡക്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. ഞാനൊരു 9 പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു buy 4 get 4 അങ്ങനായിരുന്നു ഫ്രീ. പക്ഷേ എല്ലാം അഫോർഡബിൾ പ്രൈസിനാണ്. കാരണം ഞാൻ ഈ 9 പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് 800 ആയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റ് 100 രൂപ വെച്ച് നമുക്ക് കണക്കൂട്ടിയാലും മതി. അപ്പോൾ അങ്ങനെയുള്ള അടിപൊളി അഫോർഡബിളായിട്ട് നമുക്ക് ഇപ്പം ഈ എന്താ പറയുക, നവംബർ ഡിസംബർ മന്തിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിലും എല്ലാ വെബ്സൈറ്റിലും കാണും, അതേപോലെ എല്ലാ ആപ്പിലും കാണും, എല്ലായിടത്തിലും കാണും. അപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാ സ്വിസ് ബ്യൂട്ടിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു 8 പ്രോഡക്റ്റ്, കാരണം കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഒരു ഇവൻറ്റിനും കൂടെ ചേർത്തായിട്ട് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു ഇവൻറ്റിന് പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു 8 പ്രോഡക്റ്റോളം, 8 അല്ല 9 പ്രോഡക്റ്റോളം എനിക്ക് കണ്ടില്ലേ, ഒരു 9 പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, 9 പ്രോഡക്റ്റോളം ഉണ്ട് ഈ പ്രോഡക്റ്റ് കണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പ്രോഡക്റ്റ് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ അത്യാവശ്യം ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു ലിപ് ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ ഫേസിൽ വരെ ടോണർ, ലിപ് ബാം, മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു പ്രോഡക്റ്റ് ഞാൻ എടുത്തിട്ടുമില്ല, യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഗ്ലിറ്ററി ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം ഹൈഡ്രേഷൻ തരുന്നുണ്ട് ഫേസിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസിനെല്ലാം ലൈക്കും ചെയ്യുക, കമൻസും ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ കാണണമെങ്കിൽ വേറെ വെറൈറ്റി ടൈപ്പ് കാരണം ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ ജെന്യൂൻ അല്ലെങ്കിലും ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലിപ്സ്റ്റിക്ക് മാത്രം ഇടണമെന്ന് ആഗ്രഹമുള്ളൂ. കാരണം വേറെ ഫേസിൽ വേറെ ഒന്നും കോമ്പാക്റ്റോ ഒരു പിഗ്മെൻറ്റേഷനൊന്നും ഇല്ലാതെ എനിക്ക് തോന്നി ഈ ലിപ്സ്റ്റിക് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും ആപ്റ്റായിരിക്കും. ഒരു റൂബി റെഡിൻ്റെ കൂട്ടാണ്. ഒരു ലൈറ്റായിട്ട് ഒരു പാച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്തിട്ട് ഒന്ന് ഫിംഗേഴ്സ് കൊണ്ട് ഡാബ് ചെയ്താലും നല്ലൊരു കവറേജ് കിട്ടും. പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ലിപ്സ് ആണെങ്കിൽ അടിപൊളിയാണ്. അതേപോലെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അഫോർഡബിൾ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. ഗ്ലിറ്ററി ലിപ്സ്റ്റിക്കാണ്. അപ്പം വീഡിയോ കാണാതെ എത്രയും പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ബോക്സ് ഒന്ന് മാറ്റി വെച്ചോട്ടെ. അപ്പോൾ ഇതിനകത്തുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ സ്വിസ് ബ്യൂട്ടിലൊരു എന്താ പറയുക, ഒരു റേഞ്ച് ഓഫ് ഒരു ഗ്ലോ സ്റ്റിക്ക് വൈറലാവുന്നുണ്ട്. ഞാൻ ഇച്ചിരിയും കൂടെ വലുതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് ഇത്രയും ചൂട്ടുപോലെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവരുടെ വെബ്സൈറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ നോക്കിയപ്പോൾ നൈക്കയിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നൈക്കയിലൊക്കെ അത്യാവശ്യം പ്രൈസ് ചെയ്തത് ഞാൻ വെച്ചാൽ ഇതിനകത്ത് തന്നെ ഞാൻ ഇതിന് മുമ്പേ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അത് നൈക്കയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് 2 ഷെയ്ഡേ ഉള്ളായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എടുത്തേക്കുന്നത് 05 ഓബ്രെറ്റ് ഷെയ്ഡിൻ്റെ നെയിം ഞാൻ ഇവിടെ സ്ക്രീനിൽ അപ്ഡേറ്റ് ചെയ്തേക്കാമേ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഷീ ഗ്ലാമിലും ഇതുപോലെ ഒരു ജെല്ലി സ്റ്റിക്ക് ഷീ ഗ്ലാമിലും ഉണ്ട്, പിന്നെ വേറെ ഏതോ റേഞ്ചിലും ഉണ്ട്. അപ്പോൾ ഇതൊരു ജെല്ലി ഗ്ലോ സ്റ്റിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇതെടുത്ത് കളയരുത് കേട്ടോ. ഇത് എടുത്ത് കളഞ്ഞാൽ പിന്നെ ഇത് എന്താ പറയുക, ഒരുപാട് ഇതായി പോവും. ഞാൻ ഈ ഒരു റേഞ്ചാണ് വാങ്ങിച്ചത്. ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂട്ടേ ഉള്ളൂ. എൻ്റെ കയ്യിലിനി വരയ്ക്കേണ്ട സ്ഥലമില്ല. ഭയങ്കര ജെല്ലിയാട്ടോ. പക്ഷെ നല്ല ഷെയ്ഡുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഞാൻ എൻ്റെ ഈ ഷെയ്ഡിൽ
കാരണം ഗ്ലോ സ്റ്റിക്കാണ്. എത്രത്തോളം ഗ്ലോ ആവുന്നുണ്ടെന്ന് ഒരു പിടിയുമില്ല. ഓക്കെ, ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മതി കേട്ടോ നമ്മുടെ ഐ ലുക്കേ മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഭയങ്കര ജെല്ലിയാണ്, ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ നോക്കി വേണം ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ സിംഗിൾ സ്വാച്ച് തന്നെ മതി. നല്ലൊരു ഐ ഷാഡോ നമുക്ക് ഒരുപാട് പാച്ച് അല്ലാതെ ഗ്ലിറ്റേഴ്സ് ഒന്നും പൊഴിഞ്ഞ് വീഴാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഇതിൽ ഹാൻഡിയാണ്. നമുക്ക് എവിടെ ആയാലും നമുക്ക് പേഴ്സിൽ നമ്മുടെ കയ്യിലൊക്കെ ഹാൻഡിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു ഐ ഷാഡോ ലുക്ക് എനിക്ക് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ സ്റ്റിക്കും ഗ്ലോ സ്റ്റിക്കും അതേപോലെ ഈ ഒരു ഐ ഷാഡോ സ്വിസ് ബ്യൂട്ടിയുടെ ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇത് തീർന്നതാണോ? ഇല്ല, ഇത് അപ്പോഴും അപ്ലൈ ചെയ്യാമേ. കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളറുള്ള ഷെയ്ഡാണ്. ഇന്ന് മൊത്തം ഞാൻ ഓപ്പൺ ചെയ്ത പാക്കേജ് എല്ലാം ഗ്ലിറ്ററിയാണ്, കൂടുതലും ഗ്ലിറ്ററി ടൈപ്പുള്ളതാണ്. എല്ലാം ഒരുമിച്ചാണ് ഇന്ന് വന്നത്. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഹാൻഡി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ തന്നെ ഒരു വേറെ റേഞ്ചിന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെനിക്ക് ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയും കൂടെ സ്വാച്ച് ഞാൻ കാണിച്ചു തരാവേ. നമുക്കിത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബ്രഷിലോ ഫിംഗേഴ്സിലോ എടുത്തിട്ടായാലും അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു ഗോൾഡൻ കളറാണ്. ഒരു സിമ്പിൾ മേക്കപ്പൊക്കെ ചെയ്യണം, സിമ്പിളായിട്ട് മീൻസ് ഒരുങ്ങണം എന്നൊക്കെ ഉള്ളവർ ഈ ഒരു ഒറ്റ ഷെയ്ഡ് അല്ലേ, നല്ല പിഗ്മെൻ്റാണ്, അടിപൊളിയായിട്ട് അല്ല. ഈ ഒരു ഗ്ലിറ്റർ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല കട്ടിക്ക് അപ്ലൈ നമ്മൾ ഫിംഗർ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം. ബ്രഷ് എടുക്കുക, അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫിംഗർ എടുക്കുക, അപ്ലൈ ചെയ്യുക, അതോടെ വിടുക. അതിന് 3 ടച്ച് ചെയ്യണം പറ്റും. പക്ഷേ ഈ ഒരു ജില്ലി സ്റ്റിക്ക് നമുക്ക് നല്ലോണം ഗ്ലൈഡ് ആവും, നമ്മുടെ സ്കിന്നിന് ആപ്റ്റായിട്ട് ഗ്ലൈഡ് ആവും. ഇത് ഗ്ലിറ്ററിൻ്റെ കൂട്ടാണ്. ഇത് നല്ല ഇച്ചിരി നല്ല പൗഡറി ഉള്ള റേഞ്ചിൽ മാത്രമേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ മോയ്സ്ചറൈസർ മാത്രം ഇട്ടതുകൊണ്ട് ചെറുതായിട്ട് കാണുന്നുണ്ടോ, അത് ചെറുതായിട്ടൊന്ന് പാച്ച് ആയിട്ടുണ്ട്. പക്ഷേ സിംഗിളൊക്കെ യൂസ് ചെയ്യുന്നവർ പൗഡേഴ്സ് ഒരു ഷെയ്ഡ് ഇട്ട് ഒന്ന് ഗ്ലൈഡ് ചെയ്യാൻ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അന്ന് എന്തോ ഒരു സെയിലുണ്ടായിരുന്നു, എന്ത് സെയിലാണ് ഞാൻ ഓർക്കുന്നില്ല, സത്യം പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുന്നില്ല, അതാണ് സത്യം. ഇതൊരു കൺസീലറാണ്. കൺസീലർ ഷെയ്ഡ് നമുക്ക് കൺസീലർ ഞാൻ വാങ്ങിച്ചതെന്ന് തോന്നുന്നു. എൻ്റെ കൺസീലർ സ്വിസ് ബ്യൂട്ടിയുടെ തീർന്നു പോയായിരുന്നു. ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു 04 മീഡിയം, അതായത് നേരത്തെ എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത്യാവശ്യം തീർന്നുകൊണ്ടാണ് ഞാൻ ഈ ഷെയ്ഡ് വാങ്ങിച്ചത്. കൺസീലറൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ് കേട്ടോ. നല്ലൊരു നമ്മുടെ ഏകദേശം നമ്മുടെ സ്കിൻ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർ ഈ ഒരു റേഞ്ചുള്ളത് യൂസ് ചെയ്ത് നോക്കുക. കാരണം നല്ലോണം കൺസീലർ പിഗ്മെൻറ്റേഷൻ ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഞാനത് കറക്റ്റ് ഷെയ്ഡായിരിക്കും. നമ്മൾ ഒരു ഫൗണ്ടേഷനൊക്കെ ഇടാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു കൺസീൽ ചെയ്തിട്ട് കോമ്പാക്റ്റും കൂടെ ഇട്ടാൽ സെറ്റായിരിക്കും ഫേസിൽ
നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിട്ട് തോന്നത്തൂല, ഹെവി ആയിട്ട് ഇരിക്കത്തൂല. ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചൊന്ന് സെറ്റും കൂടെ ചെയ്താൽ ഫുൾ സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല റേഞ്ചാണ്. അപ്പം ഇത് 3 വാങ്ങിച്ചപ്പം എനിക്ക് അതിൻ്റെ കൂടെ ഇതാ ഈ ഒരു ഐലാഷ് ഷർട്ട് സ്വിസ് ബ്യൂട്ടി 3D. ഇത് ഇച്ചിരി തിക്ക് ഐലാഷസാണ് കേട്ടോ. ഞാനൊരു തിൻ ഐലാഷാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവർ ഫ്രീ തരുമ്പോൾ നമുക്കത് എന്താണെന്ന് പറയാൻ ഒക്കത്തില്ല. നെക്സ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിയത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ റേഞ്ച് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ കളർ എനിക്ക് മിക്കവാറും ഫെയർ ആവാനാണ്, ഹെവി ഫെയർ ആവാനാണ് സാധ്യത. എനിക്ക് അത്ര ഇത് തെറ്റാണെന്ന് തോന്നുന്നില്ല. സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും BB ക്രീമും എനിക്ക് സെറ്റായിട്ട്, പക്ഷെ കൺസീലർ എനിക്ക് നല്ലോണം സെറ്റ് ആവുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര ഫെയർ ആണെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പം ഗ്രേ ടോണായിട്ട് വരും. ക്യൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ക്യാരിയൊക്കെ ചെയ്യാൻ 10 എണ്ണുമ്പോൾ പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല ഹാൻഡി ആയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ അടുത്തൊക്കെ ഉള്ള നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു നാച്ചുറൽ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ ലോങ് ലാസ്റ്റിങ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലാർജ് നല്ല സ്പ്രേ ആണ്. നെക്സ്റ്റ് ആണ് പ്രൈമർ. ഇവരുടെ തന്നെ പ്രൈമർ മാറ്റിഫൈയിങ് പ്രൈമറാണ്. ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ മാറ്റിഫൈയിങ് പ്രൈമർ ഒന്ന് കയ്യിലുള്ളത്. ഇതൊരു പ്രൈമറാണ്, നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള പ്രൈമറാണ്. അത്യാവശ്യം പ്രൊഡക്റ്റുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമെന്ന് അറിയാൻ വയ്യ. നെക്സ്റ്റ് ഒരു ഗ്ലോസും. നേരത്തെ എനിക്ക് ഇതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു എന്തോ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഒരു ഗ്ലോസ്. അന്നും ഫ്രീ കിട്ടിയതാണ്. ഇന്ന് എനിക്കത് ഏകദേശം തീരാറായി, എക്സ്പയറി ആവാറായി. ഇതോ എന്തായാലും ആ ടൈം ആയപ്പോൾ എനിക്ക് വേറെ ഒരെണ്ണം കിട്ടി. അപ്പം താങ്ക്സ് ടു സ്വിസ് ബ്യൂട്ടി. നെക്സ്റ്റ് ഈ ഒരു സ്പൈസി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു റേഞ്ചിൽ ഹോൾഡ് മീ മാറ്റ് 12 hours സ്റ്റിക്കാണ്. മാറ്റാണ്, അത്യാവശ്യം മാറ്റാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഓക്കെയാണ്. ഇതിൻ്റെ സ്വാച്ച് ഞാൻ ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറാണ് വിത്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ. എൻ്റെ ലിപ്സിൽ എങ്ങനെയാണെന്നുള്ളത് ഇത് ഞാൻ എന്തായാലും സ്വാച്ച് ഇട്ട് കാണിക്കുന്നതായിരിക്കും. കാര്യം ഒരു മിനി സൈസാണ്. ഹോൾഡ് മീ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. സംഭവം ഇതാണ്. ഇത്രയാണ് എനിക്ക് സ്വിസ് ബ്യൂട്ടിയിൽ നിന്ന് ഫ്രീ കിട്ടിയത്. അതിലേക്ക് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പം കൊണ്ടുപോകാൻ പറ്റിയ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മിനി സൈസിൻ്റെ ലിങ്ക് മിക്കവാറും ലാർജ് സൈസ് ഫുൾ സൈസിൻ്റെ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം പ്രോഡക്റ്റും മിനി സൈസൊക്കെ എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതായത് ലിപ് ഗ്ലോസും എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു ഷൈൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു ലിപ് ഗ്ലോസാണ്. പാച്ച് പൈച്ചായിട്ടൊന്നും ഇരിക്കത്തില്ല. നല്ലൊരു ലിപ് ഗ്ലോസാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ഇടുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നെങ്കിൽ ഏതൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് പ്രോഡക്റ്റ് വാങ്ങിച്ച് റിവ്യൂ ചെയ്തിട്ട് അത് പറയാം. ഇപ്പോൾ സ്വിസ് ബ്യൂട്ടിയിൽ നിന്നാണ് ഇത്രയൊക്കെ പ്രോഡക്റ്റ് എല്ലാവരും ചാനൽ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പം ലോങ് വീഡിയോസൊക്കെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ലോങ് വീഡിയോസ് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ, ബൈ.